നമ്മുടെ ഈ ഫുട്ബോളിൽ കൊണാമി ഒരു എപ്പിക് പാക്ക് കൊണ്ടുവരുമ്പോൾ അത് കറക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷുവർ ചാൻസുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കത് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ വേണ്ട ഈ 3 പ്ലേയേഴ്സാണ്. ഒന്ന് ഡൊണർമെ കിട്ടി, അതുപോലെ തന്നെ ഓസ്മാനെ കിട്ടി, അതുപോലെ തന്നെ ഒരു നെക്കാറ്റ എന്ന് പറഞ്ഞൊരു ജപ്പാൻ പ്ലെയറിനെയും കൂടെ കിട്ടി. ജപ്പാനാന്ന് തോന്നുന്നു. ഉസ്മാനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. നൈസ് തന്നെയാണ് എല്ലാ കാർഡും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ട്രിക്ക് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും ഇല്ല. കാരണം നമ്മളെ ഓരോ യൂട്യൂബേഴ്സും കാണാം ഓരോ ട്രിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ അതിലോട്ട് നമ്മളെ വലിച്ചിടും. എന്നിട്ട് നമ്മളത് കറക്കുമ്പോൾ നമുക്കൊരു ഒന്നും കിട്ടാതായിപ്പോവും. അതുപോലെ ചില സമയങ്ങളിൽ അത് വർക്കാവുകയും ചെയ്യും. എന്നാൽ നമുക്ക് വർക്കാവാതെ നമ്മൾ എല്ലാ കോയിനും പൊട്ടിച്ച് വെറുതെ ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലും ആയിപ്പോവും. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു കാരണമുണ്ട്. അപ്പോൾ ആ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കറക്കിയ ടൈമിംഗ് ആണ്. കാരണം എനിക്ക് ഇതിൽ കാണാൻ ഞാൻ ഒരു ഒറ്റ ട്രൈ കറക്കിയിട്ടുള്ളൂ. അത് എൻ്റെ പൈസ ഒന്നുമല്ല, എൻ്റെ കോയിനൊന്നും ഞാൻ കൊടുത്തില്ല. അതുപോലെ തന്നെ ഞാൻ ഫ്രീ ട്രൈ കറക്കിയെടുത്താണ് ഈ 3 പാക്കിൽ നിന്ന് ഒരാളെ വെച്ച്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ടൈമിംഗ് ആണ്. കാരണം ഞാൻ ഗെയിം ഓപ്പൺ ആക്കി ഒരു ഈ ഫുട്ബോൾ ഡിവിഷൻ കളിച്ച ശേഷം ഞാൻ ഇന്ന് ഒരു ഫ്രീ ട്രൈ ഇറക്കി. അപ്പോഴാണ് എനിക്ക് ഈ ഒസ്മാനെ കിട്ടിയത്. അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ അന്ന് ഒറ്റ ട്രൈ ഇറക്കുള്ളൂ. പിറ്റേ ദിവസം ഞാൻ കറക്കി ഇതേ സെയിം ട്രിക്കല്ല ടൈമിങ് ഒരു 7 to 9 അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കറക്കിയത്. അപ്പോൾ അതും കിട്ടി. അതിൻ്റെ പിറ്റേ ദിവസം വന്ന ഈ ഡൊണോറമയുടെ ബാക്കും സെയിം സാധനം തന്നെ ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് ഡൊണോറമയും കിട്ടി. അതാണ് ഫസ്റ്റ് നമ്മുടെ ടൈമിങ്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാവിലെ നമ്മളിപ്പോൾ തിങ്കളാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച ഒരു പുതിയ പാക്ക് വരും. ആ പാക്ക് നിങ്ങൾ മാക്സിമം ഒരു രാവിലെ എണീച്ചിട്ട് ഒരു 7 to 9 അതിൻ്റെ ഇടയ്ക്കുള്ള സമയങ്ങളിൽ നിങ്ങളൊരു മാച്ച് കളിച്ചിട്ട് സ്ട്രെയിറ്റ് നിന്ന് കറക്കിയാൽ ചിലപ്പോൾ ഒരു 100-ൽ 70% നിങ്ങൾക്ക് ആണെങ്കിൽ ഈ എപ്പിക്ക് കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് വ്യാഴാഴ്ച ഒരു എപ്പിക്ക് വന്നിട്ട് നമ്മൾ തിങ്കളാഴ്ച എന്തായാലും അത് ഓവറാവും. ഇന്ന് ഈ പാക്കൊക്കെ ഓവറാവും. അതുകൊണ്ട് അതിനു മുമ്പ് നിങ്ങൾ രാത്രി മീൻസ് വ്യാഴാഴ്ച എന്തായാലും തീരുന്നത്, അതിന് മുമ്പ് ബുധനാഴ്ച രാത്രിയിൽ നിങ്ങളൊന്ന് കറക്കി നോക്കുക. ചിലപ്പോൾ അത് കിട്ടാനും കൂടുതൽ ചാൻസ് ഉണ്ട്. ഒരു 100-89% കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ആ സമയങ്ങളിൽ എന്തായാലും കൊണാമിക്ക് പ്രോഫിറ്റ് എല്ലാം കിട്ടിക്കാണാം. അപ്പോൾ പിന്നെ എന്തായാലും കുറച്ച് ചാൻസ് കൂടുതലാണ് എപ്പിക്ക് കിട്ടാനുള്ളത്. അതിലേറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ മെസ്സി. ഞാൻ കറക്കിയെടുത്തതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് ദിവസമാണ്. എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച ആ ഒരു സമയത്തിനാണ് ഞാൻ ഈ പാക്ക് കറക്കിയത്. അപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. കാരണം പാക്ക് തീരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസം നിങ്ങൾക്കൊന്ന് കറക്കി നോക്കിയാൽ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ചാൻസ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈമിംഗ് തന്നെയാണ്. നിങ്ങൾ ആ ഒരു ടൈമിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന അനുസരിച്ചിരിക്കും പിന്നുള്ള ബാക്കിയുള്ള പാക്കിൽ. അപ്പോൾ ഒരു പാക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ രണ്ടാമത് നടക്കുന്ന പാക്കിലായിരിക്കും നമുക്ക് ആ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം അങ്ങനെ ഒന്ന് കറക്കി നോക്കുക. അതുപോലെ തന്നെ ഒരു 300 ആ ഒരു രീതിക്ക് വെച്ച് 300 കോയിൻ ഉണ്ടെങ്കിൽ 3 ട്രൈ അപ്പം തന്നെ കറക്കി വെക്കുക. അപ്പോൾ ഷുവറായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. എനിക്ക് കോയിൻ മുടക്കേണ്ട ആവശ്യം വന്നില്ല. ഫ്രീ ട്രൈ കൂടെ തന്നെ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. എനിക്ക് കോയിൻ മുടക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ അത് തന്നെ സെയിം തന്നെ റൂണിയുടെ പാക്ക് ഇറക്കി. പക്ഷേ എനിക്ക് റൂണിയുടെ പാക്ക് ഞാൻ കറക്കിയ സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കാണ്. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. ഞാൻ ഒരു 500 കോയിൻ അത് പൊട്ടിച്ചെങ്കിലും എനിക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങളുടെ ടൈമിങ് നോക്കുക. അതും ടൈമിങ് ഓരോ ദിവസം വെച്ച് ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം. വേണമെങ്കിൽ കിട്ടാനുള്ള ചാൻസ് നിങ്ങൾക്ക് കൂടും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുവറായിട്ടെന്ന് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ഒരു ചാൻസ് കൂടുതലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ. കാരണം എനിക്ക് ഈ 3 എപ്പിക്കും അങ്ങനെയാണ് കിട്ടിയത്. എനിക്ക് എന്തോ അറിയത്തില്ല, എപ്പിക്കൊന്നും കിട്ടാത്ത ഒരു അക്കൗണ്ടായിരുന്നു എൻ്റെ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ 3 എപ്പിക്ക് എനിക്ക് അടിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡൊണോറമയുടെ ബാക്ക് കിട്ടിയപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒരു മാച്ച് ഡിവിഷൻ കളിച്ചു. അതിന് ശേഷമാണ് ഞാൻ ഇത് കറക്കിയത്. ഫ്രീ ട്രൈ തന്നെ. അത് ഞാൻ ചുമ്മാ നമ്മുടെ ഒരു ട്രിക്കാണല്ലോ, ചുമ്മാ ഞെക്കി. അപ്പോൾ ഞാനങ്ങനെ ഡൊണർമേ ഞെക്കി അങ്ങനെ അതിനകത്ത് കിടക്കുന്ന പ്ലേസിന് എല്ലാ പകുതികളും ടാപ്പൊക്കെ ചെയ്താണ് കറക്കി. അപ്പോഴാണ് എനിക്ക് ഡൊണർമേ കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ടൈമിങ്ങിലാണ് ലക്ക് ഇരിക്കുന്നത്. ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ നെക്സ്റ്റ് ദിവസം കറക്കി ആദ്യം വേണം കിട്ടിയിരിക്കും. എനിക്കിപ്പോൾ അങ്ങനെ ലക്ക് അടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിപ്പോൾ 3 എപ്പിക്കും കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ ട്രൈ നോക്കുക. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ടൈമിംഗ് ആണ് നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ടൈമിംഗ് നോക്കി നിങ്ങൾ കറക്കുക. ഒരു ടൈമിംഗ് കിട്ടിയാൽ അടുത്ത പിറ്റേ ദിവസം ആ ടൈമിൽ തന്നെ ഒന്ന് കറക്കി നോക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ
കറക്റ്റ് സമയത്ത് എനിക്ക് കിട്ടിയ 3 എപ്പിക്കാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഒരു സെയിം സാധനം. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയതിനകത്ത് ബെസ്റ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒസ്മാൻ തന്നെയാണ്. ഡൊണാറുമ ഞാൻ അങ്ങനെ ഇറക്കിയിട്ടില്ല, ഇനി ഇറക്കി നോക്കണം. ഞാൻ വലിയതായിട്ട് 2 മാച്ച് മാത്രമേ കളിച്ചുള്ളൂ, ഓൺലൈൻ മാച്ചൊന്നും അങ്ങനെ വലിയതായിട്ട് കളിപ്പിച്ചില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത യൂസ്ഫുൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.